YG Media 360 presents YXO കേരളയുടെ ഞങ്ങളുടെ രണ്ടാമത്തെ റൗണ്ട് ഗെയിം റൗണ്ട്. പ്രോപ്പർട്ടീസ് ഒക്കെ എത്തിക്കഴിഞ്ഞു. സോ നിങ്ങളിൽ നിന്ന് ആരാണ് വൈ ടീമിൽ നിന്ന് ആരാണ് പെർഫോം ചെയ്യാനായിട്ട് വരുന്നത്? ഈ ഗെയിമിന്റെ പേര് മേക്ക് വേ ഫോർ ദി കപ്പ്. അപ്പൊ കപ്പ് കണ്ടല്ലോ മോളെ, കപ്പ് കണ്ടിട്ടുണ്ട്. മോളുടെ കയ്യിൽ ഒരു ബലൂണും ഉണ്ട്. മോള് ചെയ്യാനുള്ളത് ഇത്ര മാത്രമാണ്. ഈ ബലൂൺ വീർപ്പിച്ചിട്ട് നമ്മളത് ജസ്റ്റ് കളയുമ്പോഴത്തേക്ക് കുറേ കാറ്റ് വരത്തില്ലേ, ആ കാറ്റിൻ്റെ പ്രഷർ കൊണ്ടിട്ട് ഈ കപ്പിനെ ദേ മോട്ടുമയിലിന് വഴി കാണിക്കുന്ന പോലെ കാണിച്ച് ഇതുവരെ എത്തിക്കണം. അപ്പം മോളും ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളുടെ ടീം അത് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ ആരാണോ ഈ കപ്പിനെ ആ പൊസിഷനിലേക്ക് എത്തിക്കുന്നത് ആ ടീമായിരിക്കും നമ്മൾ വിജയികളായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും സമനിലയിൽ നിൽക്കുകയാണ്. 8 പോയിന്റ് നേടിയാണ് ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ ഇവർ നിൽക്കുന്നത്. സോ ഈ ഒരു റൗണ്ടോടുകൂടി നമുക്ക് അറിയാൻ പറ്റും ആരാണ് കൂടുതൽ ലീഡ് നേടാൻ പോകുന്നത്. ഓക്കെ, റെഡിയാണോ? ഓക്കെ, ഗെയിം മനസ്സിലായിട്ടുണ്ട്. സോ അപ്പം ദേ ഇവിടെ വന്ന് നിന്നോളൂ, ഇവിടെ വന്ന് നിൽക്കാം. ആൻഡ് യുവർ ടൈം starts now. കുറച്ചുകൂടെ അടുത്ത് വെച്ചിട്ട് നോക്കിയാലോ? അനങ്ങുന്നില്ല. ഒന്നുകൂടെ നമുക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം. ചെറിയൊരു അനക്കേ ഉണ്ടായിട്ടുള്ളൂ, ഇതുവരെ കൂടുതലായിട്ടൊന്നും അനങ്ങിയിട്ടില്ല. കുഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അറ്റംപ്റ്റ് ചെയ്തോ? അവിടെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. യെസ്, come on. ജസ്റ്റ് ഇത്രയും ഫാൻസ് ഇവിടെ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് 1 2 3 4 ഡൺ, കഴിഞ്ഞു. ഓ വൗ, ഇനി അവിടെ നിങ്ങോട്ട് 6 ആക്ട്. യു ഗോട്ട് ഇറ്റ്. ഓ ഇപ്പൊ കറക്റ്റ് ആയിട്ട് മോൾക്ക് ആ നാക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഉള്ളൂ. ഓൾമോസ്റ്റ് 3/4 ആയി വരികയാണ്. ബാക്കിയേറിയ പോരാട്ടമാണ് നമ്മൾ കാണുന്നത്. ഓ കുഴപ്പമില്ല, അടുത്തതിന് യു ക്യാൻ മേക്ക് ഇറ്റ് ഔട്ട്. കെയർഫുൾ, ഗ്ലാസ് പുറത്ത് പോകുന്നത്. യെസ്. Yes, good going. Come on. Oh. Just one more. ഒരെണ്ണം കൂടി മതി. ചെറിയൊരു തട്ട് മതി, വളരെ ചെറുത്. അടിപൊളി. ഭയങ്കര സ്പോട്ടും സ്പിരിറ്റിലും മോൾ അടിപൊളിയായിട്ട് ആ ഗെയിം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈം എത്രയായി എന്നുള്ളത് അടുത്ത റൗണ്ടിൻ്റെയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. സോ നമ്മുടെ വൈറ്റ് ടീം അസാധ്യമായിട്ട് ചെയ്തു അല്ലേ സർ? ഇനി ഇതൊരു മൈൻഡ് ഗെയിമും കൂടിയാണ്. ആ പ്രഷറിൽ നമ്മൾ കറക്റ്റ് പോയിന്റിൽ വെച്ചാൽ മാത്രമേ ആ ഗ്ലാസ് മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു സാറിന് ആ ഒരു ടെക്നിക്ക് എല്ലാം മനസ്സിലായി. ആരാണ് നമ്മുടെ ടീമിൽ നിന്ന് പ്ലേ ചെയ്യാൻ വരുന്നത്? ഞാൻ തന്നെ. സാറാണ് ഇറങ്ങുന്നത്. ഒന്നീ കളരിക്ക് പുറത്തല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഓക്കെ, അതിപ്പോ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, ഭാഷാനെ തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നു.
അപ്പോൾ സാറാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഇതുവരെയുള്ള റൗണ്ട്സിൽ വന്നതിൽ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ കണ്ടസ്റ്റൻസിൽ ഒരാളാണ് സാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എനർജി തന്നെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡിയാണോ? റെഡി. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Come on, Jen. എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്ന് പറയുന്നതിന്റെ കാരണം സാറ് കൃത്യമായിട്ട് പതിയെ ഓരോ എമൗണ്ട്സിലും ഓ മൈ ഗോഡ് സാർ വേറെ ഏതോ പ്രഷർ ഫ്രിക്ഷൻ ഫോർമുല എന്തോ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കിത് മനസ്സിലായിട്ടില്ല. ന്യൂട്ടന്റെ ഏതോ സിദ്ധാന്തമാണെന്ന് തോന്നുന്നു. സാർ കുട്ടികൾ അപ്ലൈ ചെയ്ത ടെക്നിക്കല്ല, സാറിന് വേറെ തനി ഒരു വഴിയാണ്. തനി വഴി എനിക്ക് മനസ്സിലായിട്ടില്ല സാർ, പക്ഷേ കാര്യമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. മൈ ഗോഡ് സാർ ഇങ്ങനെ ഒരു പോയിന്റ് കണ്ടോ? പണ്ട് സൈക്കിളൊക്കെ കാറ്റടിക്കുന്ന പോലെ പയ്യെ കറക്റ്റ് ആയിട്ട് വേറൊരു ടെക്നിക്കാണ്. ശരിക്കും നമ്മളത് എക്സ്പെക്ട് ചെയ്യില്ല. കുറേ എയർ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് അത് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുക. അല്ല സാറ് കാരണം അതുകൊണ്ട് കൂടുതൽ തവണ എയർ ഫില്ല് ചെയ്യില്ല. ആ ഫില്ല് ചെയ്തത് വെച്ചിട്ട് സാർ കൃത്യമായിട്ട് പോയിന്റ്സിൽ പ്രക്ക് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാവ്. ഈ സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. അതാ സാറിനെ ഇതിന്റെ മാസ്റ്ററായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ ടൈം വരുമ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ സ്പീഡായിരുന്നോ ഞങ്ങളുടെ ഗുരുവിന്റെ ഈ ഒരു കാൽക്കുലേഷൻ ആണോ വിജയിച്ചതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ബ്രില്യന്റ് ഐഡിയ ആണ് കേട്ടോ. ഈ ഗെയിം ഉണ്ടാക്കിയ ആൾക്കാർ ഒരു ഇത്ര പെട്ടെന്ന് ചെയ്തിട്ടില്ല. അവരിത് പഠിച്ചോണ്ടിരിക്കണുണ്ടായിരുന്നുള്ളൂ. അയ്യോ എന്റെ അമ്മേ, നമ്മൾ കയറൊക്കെ കെട്ടി വലിക്കുന്ന പോലെ ഇത് വന്നോണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ ഇത് മനസ്സിലാക്കി വരാൻ ഒരു 70 വർഷം എടുക്കും. അതുകൊണ്ട് നമ്മളിതിപ്പോ നോക്കണ്ട, അത് കിട്ടും, കുറച്ച് കഴിയുമ്പോൾ കിട്ടും. ഇതൊരു സാധനയാണ്. സൂപ്പർ. ഞാനിങ്ങ് എടുക്കുക എൻ്റെയും കൂടെ ആശാനായിട്ട്. കാരണം ഈ ഗെയിം ഓർഗനൈസ് ചെയ്തവർ എന്നെ പെട്ടെന്ന് വീർപ്പിക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വളരെ കൂളായിട്ട് വന്നു നിന്ന് 4 വീർപ്പിച്ചുള്ളൂ. മൊത്തം മറ്റേ നമ്മുടെ കപ്പ് പാഴ്സൽ ചെയ്ത് പോവായിരുന്നു. പക്ഷെ ഭയങ്കര ബ്രില്യൻസ് കേട്ടോ സാറേ.